രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. പി ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ്. ഗസയിലെ രാജ്യാന്തര സൈന്യത്തിൽ തുർക്കി ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഭിന്നത എന്ന വാർത്ത കേൾക്കുന്നുണ്ട്. പട്ടിണി ആയുധമാക്കി ഉപയോഗിക്കുകയാണ് ഇസ്രായേൽ എന്ന് UN അന്താരാഷ്ട്ര കോടതിയുടെ കുറ്റപ്പെടുത്തൽ, ഗുരുതരമായ കുറ്റപ്പെടുത്തലുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം അതിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു. അങ്ങനെ ആ മേഖല വാർത്താഭരിതം തന്നെയാണ്. ജെയിംസ് സാർ. തീർച്ചയായിട്ടും ഹാഷ്മി, ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഇസ്രായേലിലെ ടെലവീവിൽ വെച്ച്, പ്രത്യേകിച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്. ഇന്ന് സ്റ്റേറ്റ് സെക്രട്ടറി US-ന്റെ മാർക്കോ റൂബിയോ എത്തിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ട്രംപിന്റെ മരുമകൻ ജയർദ് കുഷ്ണർ, അതുപോലെ തന്നെ അവരുടെ അമേരിക്കയുടെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, 4 പേര് പ്രധാനപ്പെട്ട ചർച്ചകൾ, അവരുടെ സംഘവും ചർച്ചകളിലാണ്. ഇസ്രായേലിൻ്റെ ആവശ്യം ഹമാസിനെ അവിടുന്ന് പറഞ്ഞു വിടണം, നിരായുധീകരിക്കണം. പക്ഷേ ഹമാസ് അതിനോട് യോജിച്ചിട്ടില്ല. എന്നാലും ഹമാസിനെ മാറ്റി വരാനുള്ള രാജ്യാന്തര സേനയെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അതിൽ തുർക്കിയുടെ സേനയെ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേൽ പറയുന്നത് ഒരു തരത്തിലും തുർക്കിയുടെ സൈന്യത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നേരത്തെ തുർക്കിയായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തുർക്കിയും ഇസ്രായേലും 2 പക്ഷത്ത് നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ നേതാക്കൾ പലരും ഖത്തറിൽ കയറി ഇസ്രായേൽ ആക്രമിച്ചതോടെ പലരും തുർക്കിയിലാണ് അഭയം തേടിയിരിക്കുന്നത്. അപ്പോൾ തുർക്കിയുടെ ഒരു അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയെ ഉൾപ്പെടുത്തുന്നതിന് എതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിലാണ് അന്താരാഷ്ട്ര കോടതി, UN കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ്ടും അവിടെ ജീവകാരുണ്യ പ്രവർത്തനവുമായി നടക്കുകയും ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോവുകയും ഒക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് അന്താരാഷ്ട്ര കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് വലിയ യുദ്ധ നിയമങ്ങൾക്കെതിരാണ്. ഒരു യുദ്ധം നടക്കുന്നിടത്ത് അധിനിവേശ സേന ഭക്ഷണവും മറ്റ് അത്യാവശ്യ വസ്തുക്കളും അനുവദിക്കണമെന്നാണ് നിയമം. പക്ഷെ അത് പലതവണ ലംഘിച്ചത് മാത്രമല്ല, ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. അതിനിടയിൽ ഹമാസ് അവിടെ ആധിപത്യം സ്ഥാപിച്ച അവസ്ഥയിൽ തന്നെയാണ്. നിരായുധീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോഴും ഹമാസ് ഇതിനെ അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗസ വീണ്ടും ഒരു കല്ലുകടിയിൽ നിൽക്കുകയാണ്. പക്ഷെ അമേരിക്ക ആവത് ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിനെ മെരുക്കി കാര്യങ്ങൾ കൊണ്ടുവരാൻ. പക്ഷേ ഹമാസിനെ മെരുക്കാൻ അത്ര എളുപ്പമല്ല. അതിനിടയിൽ കൂടുതൽ ചർച്ചകൾക്കായി ഈജിപ്തിൽ പലസ്തീൻ സംഘം എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ എവിടെ എത്തുമെന്ന് നോക്കാം. ഹാഷ്മി, ക്രിസ്റ്റീന. ജെയിംസ് സാർ, അതുപോലെ തന്നെ ഈ ഇന്ത്യക്കൊരു ശുഭവാർത്ത ഇങ്ങനെ അണിയറയിൽ തയ്യാറായിട്ടുണ്ട് എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം തൊട്ട് വരുന്നുണ്ടല്ലോ. ഈ തീരുവ വിഷയത്തിൽ ഒരു മഞ്ഞുരുകൽ ഉണ്ടായി, തീരുവ 50-ൽ നിന്ന് 15-ലേക്കൊക്കെ കുറയ്ക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ 2ാം വരവിൽ റഷ്യക്ക് ആദ്യത്തെ ഉപരോധം അങ്ങ് അടിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ ഡൊണാൾഡ് ട്രംപ്. ക്രിസ്റ്റീന, ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു ദിവസം മുൻപാണ് പറഞ്ഞത് യുക്രൈനോട്, പുടിൻ പറഞ്ഞതൊക്കെ കേട്ട് നിങ്ങൾ കീഴടങ്ങിക്കോളൂ, മറ്റാ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക. അതിനെതിരെയാണ് ഉക്രൈൻ ഒരു തരത്തിൽ അങ്ങനെ തയ്യാറല്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ പുടിനും ട്രംപും തമ്മിലുള്ള ഹംഗറിയിൽ നടക്കേണ്ടിയിരുന്ന ഉച്ചകോടി വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ പിറകെ ഇപ്പോൾ പുടിന് ഒരു പണി കൊടുത്തിരിക്കുകയാണ് ട്രംപ്. പ്രധാനപ്പെട്ട അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്ന റിഫൈനറികളാണ്. അവിടെ നിന്നുള്ള പെട്രോളും ഡീസലും ഇന്ത്യയും ചൈനയ്ക്കൊക്കെ വിൽക്കുന്നതാണ്. അതിനെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പുതിയ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ട്രംപിന്. അപ്പോൾ പുടിനെതിരെ വ്യാപാരത്തിൻ്റെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ പോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ തകർച്ചയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് മഞ്ഞുരുകുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ 50% നിന്ന് 15% കുറയ്ക്കാൻ പോകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് സംസാരിക്കുന്നു, ദീപാവലി ആശംസകൾ നേരുന്നു. അപ്പോൾ ഒരുപക്ഷെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചു കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. അതിനിടയിൽ റിലയൻസ് അടക്കമുള്ള കമ്പനികൾ ആ തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ റഷ്യയെ പിണക്കാതെ തന്നെ ഇത് കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. അമേരിക്കയും വേണം, റഷ്യയും വേണമെന്ന നിലപാടിലാണ്. പക്ഷേ ഇന്ത്യക്ക് മേൽ ഒരുപാട് നിർബന്ധങ്ങൾ വരുന്നുണ്ട്. സോയാബീൻ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സോയാബീൻ ഇന്ത്യ വാങ്ങിക്കണമെന്നുണ്ട്. ഇന്ത്യയിലെ സോയാബീൻ കർഷകർ പ്രശ്നങ്ങളുമായിട്ട് എതിർപ്പുകളുമായി രംഗത്തുണ്ട്. ഇതിനിടയിൽ റഷ്യയുടെ ആക്രമണം ഉക്രൈനിൽ നടക്കുന്നു എന്ന വാർത്ത വരുന്നു. 7 യുക്രൈൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യുദ്ധം മുന്നോട്ട് പോവുകയാണ്. ട്രംപ് വിചാരിക്കുന്ന പോലെ പുടിൻ യുദ്ധം നിർത്താൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി.
ഇപ്പൊ ജെയിംസ് സാറാണ് രാജ്യാന്തര വാർത്തകളുമായി എത്തിയത്. താങ്ക് യു ജെയിംസ് സാർ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.